നമസ്കാരം, ഏവർക്കും ടെക് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഡ്രോയിഡിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ എല്ലാ ആൾക്കാരും ആൻഡ്രോയിഡാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മൊത്തത്തിൽ ആൻഡ്രോയിഡിനെ പറ്റിയിട്ടാണ്. ഇതിൽ ഞങ്ങൾ മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ, അതായത് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ നമുക്ക് സ്പീഡ് എങ്ങനെ നമുക്ക് കൂട്ടാം എന്നതിനെ പറ്റിയിട്ടാണ്. പല ആൾക്കാർക്കും കംപ്ലയിൻ്റ് ഉണ്ട്, ഫോൺ ഹാങ് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. ഇതിൽ ഞങ്ങൾ 5 ടിപ്സാണ് മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിത് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും അഭിപ്രായവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ എല്ലാ രീതിയിലും ഓരോ വീഡിയോ നമ്മൾ ഇടുന്നതിനനുസരിച്ച് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ എങ്ങനെ സ്പീഡൊക്കെ നമുക്ക് കൂട്ടാമെന്നുള്ളതാണ്. ഇതൊരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ്, ഗാലക്സി നോട്ട് 2 ആണ്. ഇതൊരു പഴയ മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലാദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് റെഡ്യൂസ് ആനിമേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ആദ്യം നിങ്ങളിരിക്കുന്ന ഫോൺ നിങ്ങൾ അൺലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ചെന്നിട്ട് നമ്മൾ എബൌട്ട് ഡിവൈസ് നമ്മൾ എടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ ചില ഭാഗങ്ങളൊന്നും നമ്മൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമ്മൾ ബിൽഡ് നമ്പർ എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബാക്ക് അടിക്കുക. ഇവിടെ കാണുന്ന ഈ ഡെവലപ്പർ ഓപ്ഷൻസ്, അതായത് ഞാൻ നേരത്തെ എടുത്തിരിക്കുന്ന ഇതിൽ പോയിട്ട് എബൌട്ട് ഡിവൈസിൽ നിങ്ങൾ ഏകദേശം ഒരു 7 പ്രാവശ്യം നിങ്ങളത് ടാപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നതാണ്. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ താഴെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, ആനിമേറ്റഡ് ഡ്യൂറേഷൻ സ്കെയിൽ എന്ന് കാണും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ 1x ആണ് ഇതിലിരിക്കുന്നത്. ഇത് നിങ്ങൾ മാറ്റുന്നതനുസരിച്ചാണ് നമ്മുടെ സ്പീഡ് കൂടുന്നത്. ഇതിലിപ്പോൾ നമ്മൾ 0.5x ഇതിപ്പോൾ 1x ഉള്ളത്. നമ്മളിത് മാറ്റിയിട്ട് 0.5x മാറ്റുക. എല്ലാം അതുപോലെ മാറ്റുക. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ഇനി നിങ്ങൾക്കുള്ള സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇനി ഒരുപക്ഷെ നിങ്ങൾക്കിത് എന്തുകൊണ്ടാണ് സ്പീഡ് എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ഈ കാണുന്ന ഇതിൽ നിങ്ങളൊരു 5x മാറ്റുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു 5x നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ വളരെ സ്ലോ ആയിട്ടാണ്. 5x നമ്മൾ മാറ്റി നിങ്ങൾ ബാക്ക് അടിക്കുക. വളരെ സ്ലോ ആയിട്ടാണ് എല്ലാ മൂവ്മെൻറ്റ് നടക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങളിത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പം 5x ഉള്ളത്. മാറ്റിയിട്ട് നമ്മൾ 0.5x മാറ്റുക. ഈ കാണുന്ന 3 കാര്യങ്ങളും 0.5x മാറ്റുക. ഇനി നിങ്ങൾ വളരെ പെട്ടെന്നായിട്ട് നിങ്ങളെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന വിഡ്ജറ്റൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വിഡ്ജറ്റൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് വിഡ്ജറ്റ് റിമൂവ് ചെയ്യുന്നത്. പക്ഷേ വിഡ്ജറ്റ് ബാറ്ററിയെ മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ റിസോഴ്സസിനെയും കൂടി അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആയതിനാൽ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ 2 രീതിയിലാണ് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, ഇപ്പം വേണ്ടാത്തൊരു വിഡ്ജറ്റ് നമുക്ക് മേലെ കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എൻറ്റയർലി ആയിട്ട് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടാത്തത്, ഒരുപക്ഷെ ഈ സോക്സിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എന്തും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതാണ്. പക്ഷേ ഈ വിഡ്ജറ്റ് റിമൂവൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറേശ്ശെയൊക്കെ അതിൻ്റെ ഈ കൺസ്യൂം ചെയ്യുന്ന ബാറ്ററിയുടെയും റിസോഴ്സിൻ്റെയും ഇത് കൂട്ടിയിട്ട് ഫോൺ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പക്ഷേ നിങ്ങളെല്ലാവരും ചിരിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ കാണുന്ന ഇതുപോലെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൂളായിട്ട് അത് ഇതാവുകയും നമ്മുടെ മൊബൈൽ ഫോൺ വളരെ കൂടുതലായിട്ട് സ്പീഡ് നമുക്കിതാ ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഈ കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതൊരു വളരെ കൂടുതലായിട്ട് നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾ ആഴ്ചയിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറുതായിട്ട് പല ആൾക്കാരും ചെയ്യുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ടാസ്ക് മാനേജറിട്ട് നമ്മൾ ഈ റാമിനെ ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മൊബൈൽ ഫോൺ സ്പീഡ് ആവുന്നതാണ്. പക്ഷേ ഇത്
വലിയൊരു മാറ്റവും നമ്മുടെ മൊബൈൽ ഫോൺ വരുത്തുന്നില്ല. ഇതൊരു നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നല്ലാതെ വലിയൊരു നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ക്ലിയർ ചെയ്യാം. സോ 46 ആപ്ലിക്കേഷൻ ക്ലോസ് ആണ് കാണിക്കുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ പിടിച്ച് നമ്മുടെ ഇതിലിരിക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ മാക്സിമം ഇത് ചെയ്യാം. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന 5ാമത്തെ ഒരു ഈസി സ്റ്റെപ്പാണ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ പെർഫെക്റ്റായിട്ട് യൂട്ടിലൈസ് എന്നുള്ളത്. അതിൽ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക, എന്നിട്ട് പോയിട്ട് ഇതിൽ കാണുന്ന ഡെവലപ്പർ ഓപ്ഷൻ നേരത്തെ കാണിച്ച പോലെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ഇരിക്കുന്ന ലിമിറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്റ്റാൻഡേർഡ് ലിമിറ്റാണ്, പക്ഷേ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാ ആപ്പും ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറ്റ്മോസ്റ്റ് 4 പ്രോസസ് 3 പ്രോസസ് 2 1 എന്ന് പറയുന്ന വേരിയസ് കാറ്റഗറിയിൽ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ 4 നിങ്ങൾ ഒരു പക്ഷേ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള യൂസ് ചെയ്യുന്ന 4 ആപ്സ് ഇത് മാത്രം വർക്ക് ചെയ്യും, ബാക്കിയുള്ളൊക്കെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യും. ഇത് നിങ്ങളുടെ ബാറ്ററിയെയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡിനെയും പക്ഷേ നിങ്ങളുടെ ഡാറ്റയുടെ യൂട്ടിലൈസേഷൻ ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൽ ഞാൻ 4 കൊടുക്കുന്നത്. സോ ഇതിപ്പോൾ അറ്റ്മോസ്റ്റ് 4 പ്രോസസ്സാണ്. ഇനി നിങ്ങൾക്കിത് വളരെ സ്പീഡായിട്ട് നിങ്ങളുടെ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ഇതാവും, ബാക്കിയുള്ളത് ക്ലോസ് ആവുകയും ചെയ്യും. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ വളരെ കൂടുതലായിട്ട് സ്പീഡ് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ യൂസേജും ഡാറ്റയുടെ യൂസേജും നിങ്ങൾ കുറക്കാൻ പറ്റും. ബാറ്ററിയും ഡാറ്റയും ഒരു വർഷം നല്ലോണം യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിൽ അതിന് പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ബാറ്ററിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാം. നിങ്ങളിത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.